താങ്കൾ തന്നെ ബോഡി എക്സ്പോസ് ഇപ്പൊ ഈ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ തന്നെ പലതവണ ഓപ്പണായി കൊണ്ട് നേരെ നിന്ന് 5 മിനിറ്റ് അടിച്ചിട്ട് പെണ്ണിനെ സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റുന്ന ഈ പറയുന്നത് ഏതൊരുത്തനുണ്ട്? എന്നെ കൊണ്ട് എത്ര സൂചിപ്പിക്കാൻ പറ്റുമോ അത്ര ഞാൻ സൂചിപ്പിച്ചിരിക്കും. താങ്കളുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാർക്ക് അത് കഴിവില്ലാത്തതുകൊണ്ടായിരിക്കും. സെക്സ് കൊടുക്കാറില്ല ഞാൻ. സെക്സ് അതായത് റിയൽ മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കൊണ്ടു നടന്ന് കൊടുപ്പ് എനിക്ക് പരിപാടിയില്ല. കൊടുക്കില്ല എന്ന് പറയാൻ ചെയ്യും, നമ്മൾ അറിയാണ്ട് കൊടുക്കുകയും ചെയ്യും. ഞാൻ എന്റെ മോഡൽസിന്റെ കൂടെ ചെയ്യും. അതായത് അല്ല, അതിന് കൊടുപ്പെന്ന് പറയാം. ഞാനൊരു ആക്ടറാണ്. ആക്ടർ ബേസിൽ മാത്രം നോക്കിയാൽ മതി. ആക്ട്രസ് ആണ്, അതിന് ആ ഒരു ബേസിൽ നോക്കിയാൽ മതി. ഞാൻ ജാസിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്, ഷേക്സ്പിയറിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് പൂശുവോന്ന് അർത്ഥം. അപ്പൊ അതെന്താ? വാട്ട് ഈസ് ദാറ്റ്? എന്താണെന്ന് നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒന്നും കാണിക്കാൻ പാടില്ല. അതാണ് എന്തിനാ ഇത്രയും മാത്രം കാണിച്ച ആൾക്കാരെ അല്ല, ഇതിപ്പോ ഇത്രയും ഇപ്പൊ ക്ലീവേജ് കാണിക്കുന്നത് നോർമലൈസ് ചെയ്യല്ലോ. താങ്കൾ തന്നെ ബോഡി എക്സ്പോസ് ഇപ്പൊ ഈ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ തന്നെ പലതവണ ഷർട്ട് ഓപ്പണായി ആർക്കെങ്കിലും കാണുമെങ്കിൽ വാ, സൗജന്യ പ്രദർശനമാ പലതവണ ഷർട്ട് ഓപ്പണായി. സംഗതി മൊത്തമായി കണ്ടാലേ കാര്യം നടക്കൂ. എന്നോടല്ലേ പറഞ്ഞത്? അയ്യാ, അപ്പൊ ആ ബൂബ്സ് താങ്കൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി. ഇതേ മെന്റാലിറ്റി തന്നെയാണ് മറ്റുള്ളവർക്കും. ട്രാൻസ്ജെൻഡേഴ്സിൽ എണ്ണം കൂടുന്നതിൽ പല ആൾക്കാരും ബൂബ്സ് വെച്ച് താഴെ സർജറി ചെയ്യുന്നില്ല. ഇതിപ്പോ ഞാൻ എന്താ പറയാ, ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. ഇത്രയും ഓപ്പൺ അപ്പ് ആയിട്ട് കാണിക്കുന്നുണ്ടോ? ബീച്ചിൽ പോകുമ്പോ ബിക്കിനീസ് ഇടാൻ എല്ലാരും ബൂബ്സ് മൊത്തത്തിൽ കംപ്ലീറ്റ്ലി ഓപ്പൺ ആക്കി കാണിക്കുന്നുണ്ടോ? ഇനിയും വേണമെങ്കിൽ ഇതിനേക്കാൾ സുന്ദരായത് കാണാം. കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ട് കാണിക്കുന്നുണ്ടോ? ഈ ബിക്കിനി ഇടുമ്പോഴും നോക്കിട്ടല്ലേ കണ്ട് അല്ലേ? അതെന്നാ പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും ഒന്നുമല്ലയോ? ഒച്ചയായിട്ടവർക്കാണോ കേസ്? ബോൾഡ് കാണിക്കാൻ ഇഷ്ടം, കുറച്ച് ഓപ്പൺ ചെയ്യാൻ ഇഷ്ടമാണ്. എന്റെ ബോഡി കാണിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. இல்லக்கா இந்த மாலை பாக்குறதுக்கு ரொம்ப அழகா இருக்கு. நான் கொஞ்சம் தொட்டு பார்க்கட்டுமாக்கா? നിനക്ക് ദുബായില് വർക്ക് തരാം. അവിടെ 2 പേര് കാണും. അവരുടെ കൂടെ നിനക്ക് എന്തൊക്കെയോ ചെയ്യണം. അഡ്ജസ്റ്റ്മെന്റ്. ഒരു അഡ്ജസ്റ്റ്മെന്റ് അച്ഛൻ സഹകരിക്കണം. വലിയൊരു ആക്ടർ എന്നെ വണ്ടിയിലിട്ട് 1 മണിക്കൂർ ഇട്ട് കറക്റ്റ് തുറന്നടിച്ച് മുഖത്തടിച്ച് പറയും. ഞങ്ങളുടെ അവിടെ അത്രയും പറയത്തില്ല. എന്ത് പറയും? ലൈക്ക് കിടക്കണം, മനുഷ്യന് പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യ ഡയലോഗ് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? കിടക്കണം, ഡയറക്റ്റ് കിടന്നാലേ കിട്ടുള്ളൂ പണി. അതായത് ഫിലിം ഇൻഡസ്ട്രിയിൽ കിടന്നു കഴിഞ്ഞാൽ മാത്രമാണ് കിട്ടുള്ളൂ. ഒരു സംവിധായകന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം.